ഒരു കാലത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് സന്തോഷവും സമാധാനവും സാഹോദര്യമൊക്കെ അതെല്ലാം പ്രതിനിധാനം ചെയ്തിരുന്നതും ജാതി മത ഭേദമന്യേ ഒത്തൊരുമയുടെ ഒരു പ്രതീകവുമൊക്കെ ആയിരുന്ന ക്ഷേത്രോത്സവങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഉത്സവങ്ങളുടെ ഭാഗമായിരുന്ന ആന എഴുന്നള്ളിപ്പിലും കരിമരുന്ന് പ്രയോഗത്തിലുമൊക്കെ അമിതമായി ഇടപെടുന്ന നിയമങ്ങൾ അത് കേരളത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാരും പോലീസും കോടതിയുമൊക്കെ മത്സരിക്കുകയാണ്. ഇതിനോടൊപ്പമാണ് ഉത്സവപ്പറമ്പുകളിൽ നടക്കുന്ന കലാപരിപാടികൾ അത് നടത്തുന്നതിന് രാത്രി 10 മണി വരെ സമയം നിശ്ചയിക്കുകയും അത് ലംഘിക്കപ്പെട്ടാൽ പോലീസ് തന്നെ ഇടപെട്ട് സാധന സാമഗ്രികളടക്കം അതെല്ലാം കസ്റ്റഡിയിലെടുക്കുകയും ഉത്സവ ആഘോഷ കമ്മിറ്റികൾക്കെതിരെ അടക്കം കേസെടുക്കുകയും ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലെയും ഉത്സവ ആഘോഷങ്ങൾ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. നേരത്തെ കൂടുതൽ ആനകളെ ക്ഷേത്രോത്സവങ്ങളിൽ പങ്കെടുപ്പിച്ചിരുന്ന കമ്മിറ്റികൾ ഇപ്പോൾ അത് പേരിന് മാത്രം ആനകളെ പങ്കെടുപ്പിക്കുവാൻ തയ്യാറാകുകയാണ്. കരിമരുന്ന് പ്രയോഗത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഓലപ്പടക്കം പോലും ഉപയോഗിക്കുവാൻ അത് അധികൃതർ സമ്മതിക്കാത്തതിനാൽ പലരും ഇപ്പോൾ കളറുകളിന് മാത്രം വരുന്ന ചൈനീസ് പടക്കം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് ഉത്സവപ്പറമ്പുകളെ ഹരം കൊള്ളിച്ചിരുന്ന ഗാനമേളയും നാടകവും കഥാപ്രസംഗവുമൊക്കെ അതെല്ലാം ഒഴിവാക്കി പലരും ക്ഷേത്രകലകളെ മാത്രം ആശ്രയിക്കുവാൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ചില ക്ഷേത്രോത്സവ പരിപാടികളിൽ അമിതമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ഇപ്പോൾ നടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം CPMൻ്റെ സ്വാധീനമുള്ള മേഖലയിൽ പാർട്ടിക്കാർ ഉത്സവാഘോഷ കമ്മിറ്റികളിൽ ഭൂരിപക്ഷമുള്ളതിനാൽ പാർട്ടിയെ പ്രകീർത്തിക്കുന്നതും പണ്ട് പ്രവർത്തകരെ ഇങ്ങനെ ആവേശത്തിലൊക്കെ ആക്കിയിരുന്ന ബലികുടീരങ്ങളടക്കമുള്ള പാട്ടുകൾ പാടുവാൻ കലാകാരന്മാരെ നിർബന്ധിക്കുന്നത്. മാത്രമല്ല സ്റ്റേജ് ഷോകളിൽ ഇങ്ങനെ നിക്കറിട്ട ഗായികമാരെ കൊണ്ടുവന്ന പാട്ടുപാടിക്കുവാനൊക്കെ മത്സരിക്കുകയാണ് പലരും. ഇത് ഏത് വിധേയനെയും ഹിന്ദു സമൂഹത്തെ താറടിച്ച് കാണിക്കുവാനും ഹൈന്ദവ ആചാരങ്ങളെയും ആഘോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആന എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ട് അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഈ കാര്യത്തിൽ നിഷേധാത്മക നിലപാടെടുത്ത കേരള ഹൈക്കോടതിയെ വിമർശിക്കുവാനും മടിച്ചില്ല. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഇടപെടലും പരാമർശവും അത് ഭാവിയിൽ ഉത്സവ നടത്തിപ്പിലെ മറ്റെല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പലരും പ്രതീക്ഷിക്കുന്നത്.